السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണ് വിശുദ്ധ ഇസ്ലാം. ഇന്ന് മുസ്ലിമീങ്ങൾ തന്നെ ഇസ്ലാമിക ചൈതന്യത്തോടെ ജീവിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവോ ധാരണയോ ഇല്ലാത്തതിന്റെ പേരിലല്ല ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിന്റെ അറിവും വിജ്ഞാനവും നേടാനുള്ള ധാരാളം മാധ്യമങ്ങൾ ഇന്നുണ്ട്. സോഷ്യൽ മീഡിയ ആകട്ടെ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാകട്ടെ എന്നു മാത്രമല്ല, ദീനിയായ അറിവ് വിതരണം ചെയ്യുന്ന ധാരാളം സദസ്സുകൾ. ആ സദസ്സുകളിലും ധാരാളം ജനങ്ങൾ സമ്മേളിക്കുന്നുണ്ട്. 1000, 10,000, 1 ലക്ഷം, 2 ലക്ഷം. എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അറിവിന്റെ മാധ്യമങ്ങൾ ധാരാളമുണ്ട്. അല്ലാമ ഔസാഇ പറയുന്നുണ്ട്, ഇസ്ലാമിൽ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതുപോലെ ലോകത്ത് ഒരു മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. സ്പെയിൻ അമവിയ ഖിലാഫത്ത് കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു രാജ്യമാണ്. താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പെയിനിനെ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം സ്പെയിനിന്റെ ഉംബുലസിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ഈറ്റില്ലമായിരുന്നു സ്പെയിൻ. ധാരാളം പണ്ഡികൾ, ധാരാളം മദ്രസകൾ, ധാരാളം പണ്ഡിതന്മാർ, ധാരാളം മുഫസ്സിരീങ്ങളും ഒക്കെ സമ്മാനിച്ച ഒരു രാജ്യമാണ് സ്പെയിൻ. ഖുർത്തുബി എന്ന് പറയുന്ന ഒരു തഫ്സീർ നമ്മൾ അറിവില്ലാത്തവരാണെങ്കിലും കേട്ടിട്ടുണ്ടാകും.
ഈ അല്ലാമ ഖുർത്തുബി ജനിക്കുകയും വളരുകയും ദീനിയായ ഇൽമിന്റെ പ്രചരണം നടത്തുകയും ചെയ്തത് സ്പെയിനിന്റെ കുർത്തുബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്പെയിനിന്റെ കുർത്തുബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അന്ന് മുസ്ലിമീങ്ങൾ ഒരു പള്ളി നിർമ്മിക്കുകയുണ്ടായി. ഇന്നും ലോകാത്ഭുതങ്ങളിൽ ഒന്നായി അത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അന്ന് ടെക്നോളജിക്ക് വികാസം പ്രാപിച്ചില്ലാത്ത കാലത്ത് മുസ്ലിമീങ്ങൾ സ്പെയിനിന്റെ കുർത്തുബ എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയിൽ 360 ജനലുകളുണ്ട്. ഓരോ ദിവസവും ഓരോ ജനലിലൂടെയാണ് സൂര്യന്റെ പ്രകാശം പള്ളിയുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അതിന്റെ ടെക്നോളജി എന്താണ് എന്ന് ഇന്നോളം കണ്ടെത്തിയിട്ടില്ല. അത്രയും ബൃഹത്തായ ഒരു പള്ളി സ്പെയിനിന്റെ കുർത്തുബായിൽ അവർ നിർമ്മിച്ചു എങ്കിൽ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും എത്ര വലിയ സ്വാധീനമുണ്ടായിരുന്നിട്ടുണ്ടാകണം ആ രാജ്യം. എന്നാൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ആ രാജ്യത്തിനെ ക്രിസ്ത്യാനികൾ പിടിച്ചടക്കി. ആ ചരിത്ര യാഥാർത്ഥ്യത്തിനെ ഒരു ക്രിസ്ത്യൻ വനിത അറബിയിൽ ഒരു ഗ്രന്ഥത്തിലാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് ഹാദറുൽ ഉൻദുലുസി വഗാരിബുഹാ എന്നാണ്. ആ ക്രിസ്ത്യൻ വനിത അറബിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ സ്പെയിനിന്റെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പതനത്തിന്റെ പൂർണ്ണമായ ചരിത്ര യാഥാർത്ഥ്യമാണ് വിശദീകരിച്ചിരിക്കുന്നത്. മുസ്ലിമീങ്ങളിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യാനികൾ സ്പെയിനിനെ പിടിച്ചെടുത്തു. അവരുടെ നേതാക്കന്മാരും ക്രൈസ്തവ പുരോഹിതരും ഒരുമിച്ചു കൂടി ഇന്ന് നമ്മൾ മുസ്ലിമീങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിനെ പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ആശ്വാസത്തോടു കൂടി ഇരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഓരോ മുക്കിലും കോണിലും ഇസ്ലാമിന്റെ ലൈബ്രറികൾ, ഗ്രന്ഥപ്പുരകളുണ്ട്. അതിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ന് ഈ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ തലമുറകൾ ആ ഗ്രന്ഥപ്പുരയിലേക്ക് കയറി ആ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്ലാം ശരിയായി മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് ചേക്കേറുകയും ഇസ്ലാമിന്റെ പ്രചാരകരായി തീരുകയും ചെയ്യും. അതുകൊണ്ട് പൂർണ്ണമായും മുസ്ലിമീങ്ങളിൽ നിന്ന് സ്പെയിനിനെ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടണമെങ്കിൽ ഈ രാജ്യത്തിലെ മുഴുവൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടണം. അതിനുവേണ്ടി ഒരു സംഘത്തിനെ തയ്യാറാക്കി അവരുടെ ജോലി സ്പെയിനിന്റെ ഓരോ പ്രദേശങ്ങളിലുമുള്ള ഗ്രന്ഥപ്പുരകളിൽ കയറി വിശുദ്ധ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളെ അഗ്നിക്കിരയാക്കലായിരുന്നു. ആ സംഘം പണിയെടുത്തുകൊണ്ടേയിരുന്നു. ഒരു വർഷമല്ല, ഒരു പതിറ്റാണ്ടല്ല. സ്പെയിനിലെ മുഴുവൻ ഇസ്ലാമിക ഗ്രന്ഥപ്പുരകളിലുള്ള ഗ്രന്ഥങ്ങളെ അഗ്നിക്കിരയാക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി വന്നത് 40 വർഷമാണ്. അപ്പൊ എത്രയോ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളും തത്വങ്ങളും എഴുതിയിരിക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ. ഇസ്ലാമിൽ ഒരിക്കലും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്ക് കുറവ് സംഭവിച്ചിട്ടില്ല. താർത്താറികള് ബാഗ്ദാദിനെ പിടിച്ചെടുത്തപ്പോൾ ദജ്ലാ നദിയിലൂടെ താർത്താറികൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിലുള്ള പാലം മുസ്ലിമീങ്ങൾ തകർത്തു. താർത്താറികൾ അന്ന് ചെയ്തിരുന്നത് ഓരോ സ്ഥലങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ധാരാളം ഗ്രന്ഥപ്പുരകൾ, ലൈബ്രറികൾ ഉണ്ടായിരുന്നു, ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങളെല്ലാം വലിച്ചെടുത്ത് ദജ്ലാ നദിയിലേക്ക് ഇട്ടു, ഒരു പാലത്തിന്റെ രൂപത്തിലായിരുന്നു. എന്നിട്ട് അതിലൂടെ അവരെ കടന്നു വന്ന മുസ്ലിമീങ്ങളെ ആക്രമിച്ച് മുസ്ലിമീങ്ങളിൽ നിന്ന് താർത്താറികൾ ആ രാജ്യം പിടിച്ചെടുക്കുകയുണ്ടായി. ഒരു മാസ കാലയളവിൽ ദജ്ലാ നദിയുടെ വെള്ളം മസിയായി പോയി. കാരണം അന്ന് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരുന്നത് മസിയിൽ പേന മുക്കിയായിരുന്നു, പേന മസിയിൽ മുക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്ന മസി ദജ്ലാ നദിയുടെ വെള്ളവുമായി കൂടിക്കലർന്ന് മസിയായി. അന്ന് ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്ന ആൾക്കാര് മഷി വാങ്ങാൻ വേണ്ടി മാർക്കറ്റുകളിൽ എത്തുമായിരുന്നില്ല. ദജ്ലാ നദിയിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോയി അതിൽ അവരുടെ പേന മുക്കി ഗ്രന്ഥങ്ങൾ എഴുതുമായിരുന്നു.
ഇസ്ലാമിൽ ഒരു കാലത്തും ഇസ്ലാമിന്റെ അറിവിന്റെ മാധ്യമങ്ങൾ, അത് പേന കൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാകട്ടെ, പ്രഭാഷണങ്ങളാകട്ടെ, മറ്റ് മാധ്യമങ്ങളിലൂടെയുള്ള അറിവാകട്ടെ, ഇതിന് കുറവ് സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? സത്യസന്ധന്മാരായ ദീനിയായ ചൈതന്യമുള്ള ആൾക്കാരുടെ കുറവും അവരുമായുള്ള സുഹബത്ത് സഹവാസത്തിന്റെ കുറവുമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ 1,24,000-ഓളം വരുന്ന സഹാബിമാരും അവര് പൂർണ്ണമായും ദീനിന്റെ പ്രതീകങ്ങളായിരുന്നു. അവരുടെ ഹൃദയത്തിന്റെ ആദർശം വളരെ കൃത്യമായിരുന്നു, ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ വളരെ കൃത്യമായിരുന്നു. എന്തുകൊണ്ടാണ്? പ്രവാചകന്റെ സുഹബത്ത് സഹവാസത്തിൽ നിന്നാണ് അവർ ഇസ്ലാം പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ഇസ്ലാം അതിന്റെ അടിസ്ഥാനത്തോടെ, അതിന്റെ യാഥാർത്ഥ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീർന്നു, ഇസ്ലാമിന്റെ പ്രതീകങ്ങളായി തീർന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ കുർഫാനകളുടെ ഒരു പ്രദേശത്തിൽ താമസിക്കുകയുണ്ടായി. ആ പ്രദേശത്ത് ഹീമ കൂടാരം അടിച്ച് താമസിച്ചപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന കുഫാറുകളുടെ ചെറിയ കുട്ടികൾ വന്ന് നോക്കി എന്താ മുസ്ലിമീങ്ങൾ പ്രവർത്തിക്കുന്നത്. കാരണം കുട്ടികൾക്ക് എന്ത് കാര്യങ്ങളോടും ആകാംക്ഷയും ജിജ്ഞാസയും ഉണ്ടാകുമല്ലോ. ബാങ്കിന്റെ സമയമായപ്പോൾ ഒരാൾ ബാങ്ക് വിളിച്ചു. കുഫാറുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വിരണ്ടോടുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വിളിച്ചു. അവരാരും കേൾക്കാൻ തയ്യാറായില്ല, ഓടിക്കളഞ്ഞു. അതിൽപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു, അബൂ മഹ്ദൂറ. അദ്ദേഹം അന്ന് കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു, കുട്ടിയായിരുന്നു. ഈ അബൂ മഹ്ദൂറയ്ക്ക് പോകാൻ തോന്നിയില്ല. ആ കുട്ടി അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കുട്ടിയോട് ബാങ്കിന്റെ വചനങ്ങൾ ഉരുവിടാൻ വേണ്ടി നിർദ്ദേശിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ കുട്ടി അല്ലാഹുവിന്റെ വളർന്ന ഉൾക്കൊള്ളുന്ന ബാങ്കിന്റെ വചനങ്ങൾ ഉരുവിടാൻ തയ്യാറായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടി വീണ്ടും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുട്ടിയുടെ നാവ് അതിന് വഴങ്ങുന്നില്ല. കാരണം മുശ്രിക്കീങ്ങൾക്കും അന്ന് അല്ലാഹുവിനെ പരിചയമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നവരായിരുന്നു മക്കാ മുശ്രിക്കീൻ. ഖുർആൻ ശരീഫിൽ ധാരാളം ആയത്തുകളിലൂടെ യാഥാർത്ഥ്യം അല്ലാഹു അറിയിക്കുന്നുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ഏ മുഹമ്മദേ, നിങ്ങൾ ആ മക്കാ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് എന്ന് ലയഖൂലുന്ന അല്ലാഹ്. അവരെല്ലാവരും ഉച്ചസ്ഥലത്തിൽ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയും അല്ലാഹയാണ് എന്ന്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്തിത്വം പരിചയമില്ലാത്തൊരു സമൂഹമായിരുന്നില്ല മക്കാ മുശ്രിക്കീങ്ങൾ. അറേബ്യൻ ഭൂഖണ്ഡത്തിൽ അധിവസിച്ചിരുന്ന ജനങ്ങൾ അല്ലാഹുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വളർമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയാൻ അബൂ മഹ്ദൂറയ്ക്ക് എളുപ്പമായി. എന്നാൽ അല്ലാഹുവിന്റെ കൂട്ടത്തിൽ അവര് പാർട്ണർമാരും ഉണ്ടാക്കി. അല്ലാഹുവിന്റെ കൂട്ടത്തിൽ വ്യക്തികളെയും ശക്തികളെയും വസ്തുക്കളെയും പാർട്ണർമാരാക്കി. എന്നിട്ട് അവരുടെ പ്രതിഷ്ഠകൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന മുശ്രിക്കീങ്ങളായിരുന്നു. വിശുദ്ധ ഇസ്ലാമിയെ മുഴുവൻ ശിർക്കിന്റെയും രൂപരേഖകളെ മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ ഏകത്വത്തിനെ സ്ഥിരപ്പെടുത്തുന്ന തൗഹീദിന്റെ മന്ത്രധ്വനി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകി. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവിനോട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ പറഞ്ഞപ്പോൾ നാവ് വഴങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഉച്ചസ്ഥലത്തിൽ പറഞ്ഞു. അബൂ മഹ്ദൂറ ഉച്ചസ്ഥലത്തിൽ പറഞ്ഞു.
ബാങ്കിന്റെ മന്ത്രധ്വനിയെല്ലാം കുഫറിന്റെ കാലത്ത് കുട്ടിയായ അബൂ മഹ്ദൂർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ പറഞ്ഞു. അവസാനം ബാങ്കിന്റെ മന്ത്രധ്വനി കേട്ട് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ ഇരുന്ന അബൂ മഹ്ദൂർ മുസ്ലിമായി. എന്നിട്ട് ആ കുട്ടി പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എന്റെ ആരോഗ്യവും എന്റെ സമ്പത്തും എല്ലാ കഴിവുകളും അങ്ങയുടെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഇതാ സമർപ്പണം എന്ന് അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുഹബത്തിന്റെ പേരിൽ കിട്ടിയ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയവും മസ്തിഷ്കവും ആത്മാവും ഏറ്റവും ഉയർന്ന പരിശുദ്ധി എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കളങ്കമുള്ള പാപങ്ങളുടെ ചാപല്യങ്ങളുമായി പ്രവാചകന്റെ സവിധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ സംസ്കരിക്കപ്പെടുമായിരുന്നു. ബനൂ അബ്ദുൽ ഖൈസ് ഗോത്രക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. മദീനയിൽ മസ്ജിദുൻ നബവിയിൽ വന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ മുസ്ലിമീങ്ങളാകാൻ തയ്യാറാണ്, പക്ഷേ നമ്മൾ നിസ്കരിക്കൂല. റമദാനാണ്, ഈ റമദാൻ നമ്മൾ നോമ്പ് എടുക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവര് വെച്ച എല്ലാ നിബന്ധനകളെയും അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറായി. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കില്ല, നോമ്പെടുക്കില്ല എന്ന് പറഞ്ഞ ആ ഗോത്രക്കാർക്ക് മസ്ജിദുൻ നബവിയിൽ തന്നെ ഒരു ഖീമ, ഒരു കൂടാരം നിർമ്മിച്ചു കൊടുത്തിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി പറഞ്ഞു. അവരവിടെ താമസിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടായി. അവർ നമസ്കാരക്കാരായി. അവരുടെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടായി. അവർ നോമ്പ് വയ്ക്കുന്നവരായി. അവരെ ദീനിന്റെ മുഴുവൻ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരായി തീർന്നു. ഇത് സുഹബത്തിന്റെ പേരിൽ കിട്ടുന്ന ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വലിയ ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അങ്ങേയറ്റം പാരമ്യതയിലെത്തിയ ഒരാളുണ്ടായിരുന്നു, ജിഗർ മുറാദാബാദ്. അദ്ദേഹം കളക്ടറായിരുന്നു. അന്ന് ഇന്ത്യയിൽ എണ്ണപ്പെട്ട കളക്ടർമാരെ ഉള്ളൂ. അദ്ദേഹം ഉറുദുവിൽ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അന്ന് ഭൗതികതയുടെ അതിപ്രസരത്തിൽ നിന്നുകൊണ്ടാണ് കവിതകൾ എഴുതിയത്. അദ്ദേഹം മദ്യപാനിയായിരുന്നു. അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വലിയ ഒരു ആത്മീയ പണ്ഡിതനുണ്ടായിരുന്നു, മൗലാന അഷ്റഫ് അലി ഥാനവി റഹിമഹുല്ലാഹ്. ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും സമഗ്രമായി പഠനം നടത്തി ആ വിഷയങ്ങളിലൊക്കെ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന വലിയ ഒരു പണ്ഡിതനാണ് മൗലാന അഷ്റഫ് അലി ഥാനവി റഹിമഹുല്ലാഹ്. ലോകത്തുള്ള മുഴുവൻ പണ്ഡിത സമൂഹം അദ്ദേഹത്തിന് അംഗീകരിച്ചിട്ടുണ്ട്. ആത്മീയതയുടെ രാജവീതിയിൽ ധാരാളം പാപങ്ങളിൽ അകപ്പെട്ടു പോയ ആൾക്കാരെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സംസ്കരിച്ച് സംസ്കരണ പ്രവർത്തനവും അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ കവിയായ ജിഗർ മുറാദാബാദിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അഷ്റഫ് അലി ഥാനവി റഹിമഹുല്ലാഹയെ കാണണം, അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ ഇരിക്കണം. ജിഗർ മുറാദാബാദി എന്ന് പറയുന്ന കവി പറഞ്ഞു, ഞാൻ അഷ്റഫ് അലി ഥാനവിയുടെ അടുക്കൽ പോകാം, പക്ഷെ ഞാൻ മദ്യപാനം ഉപേക്ഷിക്കും. ഈ ശിഷ്യൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നിങ്ങളൊന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി കഴിഞ്ഞുകൂടിയാൽ. ഈ ശിഷ്യൻ നേരെ അഷ്റഫ് അലി ഥാനവി റഹിമഹുല്ലാഹിന്റെ അടുക്കൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടിയെത്തി. ജിഗർ മുറാദാബാദി നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ സഹവാസത്തിൽ കഴിഞ്ഞുകൂടാൻ സന്നദ്ധനായിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം മദ്യപാനം ഉപേക്ഷിക്കില്ല എന്നൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അംഗീകരിക്കണം. പറയുകയുണ്ടായി, എന്റെ ഈ ആത്മീയ ഗ്രഹത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ധാരാളം മദ്യപിച്ച് മതോന്മത്തന്മാരായി തിന്മയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആൾക്കാർ അതിൽ നിന്ന് ഒഴിവായി തായ്പായി കൊണ്ട് മൂപ്പര് ഇവിടെ ഉപ്പി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. ഒരു കാര്യം, എന്റെ വീട്ടിൽ പ്രത്യേകമായി അദ്ദേഹത്തിന് സൽക്കാരം കൊടുക്കണം. പൊതുവായി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ പാപം പ്രവർത്തിക്കുന്നയാളെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവര് തിന്മയിലായിരിക്കും. ഈ ശിഷ്യൻ പോയി ജിഗർ മുറാദാബാദി റഹിമഹുല്ലാഹിന്റെ അടുക്കൽ പറഞ്ഞു, അഷ്റഫ് അലി ഥാനവിയോട് ഞാൻ പറഞ്ഞപ്പോഴും മൂപ്പർ പ്രൈവറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ സൽക്കരിക്കണം പറഞ്ഞിരിക്കുന്നു.
ഇവർ മുറാദാബാദ് വിചാരിച്ചു എനിക്ക് വലിയ അംഗീകാരം കിട്ടുന്നത് കൊണ്ടായി. എന്താണെങ്കിലും കവിയായ ജിഗർ മുറാദാബാദ് നേരെ മൗലാന അഷ്റഫ് അലി താനവി റഹിമഹുല്ലാന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരുന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ജിഗർ മുറാദാബാദി റഹിമഹുല്ല തന്നെ അഷ്റഫ് അലി താനവിയോട് പറയുകയാണ്, 3 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്കിൽ നിങ്ങളുമായി ഞാൻ ആത്മീയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ ആത്മീയ രാജവീതിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ട്. അഷ്റഫ് അലി താനവി റഹിമഹുല്ല ചോദിച്ചു, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? ജിഗർ മുറാദാബാദി റഹിമഹുല്ല പറഞ്ഞു, 1 മരണം വരെ മദ്യപിക്കാതിരിക്കാൻ ദുആ ചെയ്യണം. മദ്യപാനം ഒഴിവാക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു സാത്വികനായ പണ്ഡിതന്റെ അടുക്കൽ എത്തിയ ആളുടെ ഹൃദയത്തിലുണ്ടായ വിപ്ലവാത്മകമായ പരിവർത്തനമാണിത്. മരണം വരെയും മദ്യപിക്കില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും. അതിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. രണ്ടാമതായി എന്റെ തൗബ പടച്ചവൻ സ്വീകരിക്കാൻ ദുആ ചെയ്യണം. അഷ്റഫ് അലി താനവി റഹിമഹുല്ലാഹ് ദുആ ചെയ്യുന്ന ഒന്നാമത് മരണം വരെ ഇദ്ദേഹത്തിന് മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകും. മരണം വരെ ഇദ്ദേഹത്തിന്റെ തൗബയിൽ നീ അടിയുറച്ച് നിർത്തേണ്ടത്. ഇദ്ദേഹം ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുത്തു. ഒരാളായി ജിഗർ മുറാദാബാദി പറഞ്ഞു, സാധാരണയായി മനുഷ്യൻ നന്നാവും, കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചീത്തയായി. ഞാൻ ആഗ്രഹിക്കുന്നത് സ്ഥായിയായി മരണം വരെയും എല്ലാ തിന്മകളിൽ നിന്നും പരിശുദ്ധനായി നന്മയുടെ പ്രതീകമായി ജീവിക്കണമെന്നാണ്. അഷ്റഫ് അലി താനവി റഹിമഹുല്ലാഹ് അതുകൊണ്ടായിരുന്നു, പടച്ചവനെ മരണം വരെയും ഇദ്ദേഹത്തിന് തിന്മയിൽ നിന്നൊഴിവായി നന്മയുടെ പ്രതീകമായി ജീവിക്കാൻ തൗഫീഖ് നൽകണമേ. ഒരു മദ്യപിക്കില്ല എന്ന്, മദ്യപാനം ഒഴിവാക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തയാള് ഒരു സാത്വികനായ മനുഷ്യന്റെ അടുക്കൽ വന്നെത്തിയതേ ഉള്ളൂ. ഹൃദയത്തിൽ ഇന്ന് മരണം വരെ മദ്യപിക്കില്ല എന്ന പ്രതിജ്ഞ ഉടനെ. ഇതാണ് സുഹബത്ത്, സഹവാസത്തിന്റെ പ്രയോഗം. പിന്നീട് ഇതേ ജിഗർ മുറാദാബാദിയെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലിയ മഹാനായിട്ട് അഷ്റഫ് അലി താനവി റഹിമഹുല്ലാന്റെ ഖലീഫത്ത് റുഷ്ദായി ആത്മീയതയുടെ രാജവീതിയിൽ നിന്നുകൊണ്ട് ധാരാളം തത്വങ്ങൾ അടങ്ങിയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിന്റെ കവിതകൾ അദ്ദേഹം രചിക്കാൻ വേണ്ടി തുടങ്ങി. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാബിഖീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാബിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാകണം. എപ്പോഴും ഹൃദയത്തിലും ജീവിതത്തിലും വിശുദ്ധിയുള്ള, സത്യസന്ധതയും വിശ്വസ്തതയുമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ സഹവസിക്കണം. അബൂ ജുഹൈഫ എന്ന് പറയുന്ന സഹാബി പറയുകയാണ്, ഞങ്ങൾ സഹാബാക്കളുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു കാര്യമായി, നബിതങ്ങളുടെ ഹദീസാണ് എന്നും അഭിപ്രായമുണ്ട്. ജാലിസിൽ കുബറാ, എപ്പോഴും നിങ്ങൾ മുതിർന്നവരുടെ കൂട്ടത്തിലിരിക്കും. വഖാലിഖിൽ ഉലമാ, പണ്ഡിതന്മാരായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ. വഖാലിഖിൽ ഹുകമാ, തത്വജ്ഞാനമുള്ളവരുമായി ഇടകലർന്ന് ജീവിക്കണം. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകും, നിങ്ങളുടെ ഹൃദയത്തിൽ കാപട്യം ഉണ്ടാകില്ല, നിങ്ങളുടെ ജീവിതത്തിൽ കളവുണ്ടാകില്ല, നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും വിശ്വസ്തതയും സത്യസന്ധതയും ഉണ്ടാകും. നാളെ ആഖിറത്തിൽ ഈ വിശ്വസ്തതയും സത്യസന്ധതയും മാത്രമാണ് ഉപകാരപ്പെടുന്നത്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂൻ ഇല്ലൽ മുത്തഖീൻ. അൽ-അഖില്ലാ, ദുനിയാവിൽ വെച്ച് സ്നേഹിതന്മാരായിരുന്നവർ യൗമഇദിൻ, നാളെ പാരത്രിക ലോകത്ത്
ബഅ്ദുഹും ലിബഅദിൻ അദു പരസ്പരം ശത്രുക്കളായിരിക്കും ഇല്ലൽ മുത്തഖീൻ മുത്തഖീങ്ങളായ സ്നേഹിതന്മാരൊഴികെ അവർ നമുക്ക് ഉപകരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് മക്കാ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഉഖബത്ത് ബിൻ മുഈദ് അദ്ദേഹം ഒരു സദ്യ ഒരുക്കി അറബികളെ സ്വീകരിച്ചു. വിധങ്ങൾ ഖുറൈശി ആയതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കിയപ്പോൾ ഖുറൈശി പ്രമാണികളും മക്കാ മുശ്രിക്കീങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏത് സന്ദർഭത്തിൽ പോയി കഴിഞ്ഞാൽ തൗഹീദിന്റെ പ്രബോധനത്തിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഈദ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്? അത് നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഈ രണ്ട് കലിമ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കും. അറബികൾക്ക് അതിഥികളോട് വല്ലാത്ത ആദരവും ബഹുമാനവും വരുന്നു. അതിഥി ഭക്ഷണം കഴിക്കില്ല എങ്കിൽ മുസ്ലിം ആകാൻ തയ്യാറായിക്കൊണ്ട് ഉഖബത്ത് ബിൻ അബീ മുഈദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദ് അശ്ഹദു അന്നക റസൂലുള്ളാഹ് അദ്ദേഹം മുസ്ലിമായി നബിതങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മക്കാ മുശ്രിക്കീങ്ങളുടെ മറ്റൊരു നേതാവായ ഉമയ്യത്ത് ബിൻ ഖലഫ് ഉഖബത്ത് ബിൻ അബീ മുഈദിന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിമായോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞു ഭക്ഷണം കഴിക്കില്ല മുസ്ലിം ആകുന്നതുകൊണ്ട് ഞാൻ മുസ്ലിമായി. ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത് പോയിട്ട് നിങ്ങളുമായുള്ള സംസാരം കൂടി എനിക്ക് ഹറാമാണ്. നിങ്ങൾ മുഹമ്മദിനെ കൊണ്ട് അവിശ്വസിക്കണം, മുഹമ്മദിനെ ആക്ഷേപിക്കണം. അങ്ങനെ മുശ്രിക്കായ ഉമയ്യത്ത് ബിൻ ഖലഫിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ ഉഖബത്ത് ബിൻ അബീ മുഈദ് ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് നബിതങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങി. ബദറിൽ വെച്ച് ഉഖബത്ത് ബിൻ അബീ മുഈദ് മുശ്രിക്കായി ചത്തുപോയി. ഉമയ്യത്ത് ബിൻ ഖലഫ് ഉഹദിൽ വെച്ചും മരണപ്പെട്ടു പോയി. ഇവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ ആയത്തുകൾ അവതരിപ്പിക്കുകയുണ്ടായി. യൗമ യഅഉദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലം അത്തഖിദ് ഫുലാന ഖലീലാ لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ويوم يعض الظالم على يديه നാളെ ഈ അക്രമിയായ ഉഖബത്ത് ബിൻ അബീ മുഈദ് മഹ്ശറിൽ വെച്ചവന്റെ കൈകടിക്കുന്നതാണ്. യാ ലൈതനി തഖത്തു മഅർ റസൂലി സബീലാ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദിനെ കൂട്ടുകാരനാക്കിയിരുന്നു എങ്കിൽ എത്രയോ നല്ലതായിരുന്നു. യാ വൈലതാ ലം അത്തഖിദനി ഫുലാന ഖലീലാ ഞാൻ ഈ ഉമയ്യത്ത് ബിൻ ഖലഫ് പോലെയുള്ള മുശ്രിക്കീങ്ങളെ കൂട്ടുകാരനാക്കാതിരുന്നു എങ്കിൽ എത്രയോ നന്നായിരുന്നു. ലഖദ് അളല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി ഉത്ബോധനം വന്ന് കിട്ടിയതിന് ശേഷം അവൻ എന്നെ വഴികെടുത്തി കളഞ്ഞു. ഞാൻ മുസ്ലിമായതായിരുന്നു, അതിനുശേഷം അവൻ എന്നെ വഴികെടുത്തി കളഞ്ഞു. ശൈത്താൻ ആ സന്ദർഭത്തിൽ എല്ലാവരെയും കൈയൊഴിയുന്നവനായി തീരും. യഥാർത്ഥത്തിൽ മോശമായ കൂട്ടുകാരെ ഉണ്ടാക്കി ആ കൂട്ടുകാരുടെ തിന്മകൾക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് അവരുടെ തിന്മയും പേര് നടക്കുന്നവർ നാളെ മഹ്ശറിൽ ഖേദിക്കുമെന്ന് ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങളൊക്കെ എഴുതുന്നു. അതുകൊണ്ട് നല്ല ആൾക്കാരുമായുള്ള സൗഹൃദം, നല്ല ആൾക്കാരുമായുള്ള കൂട്ടുബന്ധം, നല്ല ആൾക്കാരുമായുള്ള സ്നേഹബന്ധം, ഇത് നമ്മുടെ നന്മയിലേക്ക് ആനയിക്കും. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി,
മസലുൽ ജലീസി സാലിഹി വൽ ജലീസി സൂഇ, നല്ല കൂട്ടുകാരന്റെയും കെട്ട കൂട്ടുകാരന്റെയും ഉദാഹരണം കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയും ഉലയിൽ ഊതുന്ന ഒരാളെ പോലെയുമാണ് എന്ന് പറയുകയാണ്. കസ്തൂരി വിൽപ്പനക്കാരനാണ്, കസ്തൂരി വാങ്ങാൻ പറ്റും, പറ്റിയില്ല എങ്കിലോ അയാളുടെ സുഗന്ധം നിനക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും. ഉലയിൽ ഊതുന്ന കൊല്ലൻ, അയാൾ ഊടുമ്പോ ആ തീക്കണൽ നിന്റെ വസ്ത്രത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം കരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥമായ ഗന്ധം നീ അനുഭവിക്കേണ്ടി വരും. അബ്ദുൽ അസീസ് റഹിമഹുല്ലാ മദ്യപാനികളുടെ ഒരു സംഘത്തെ പിടികൂടുകയുണ്ടായി. ആ സംഘത്തിൽ ഒരാളെ മദ്യപാനികൾക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ നോമ്പുകാരനായിരുന്നു. ഞാൻ മദ്യം കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മദ്യം കലർന്നിട്ടില്ലാത്ത പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല, കാരണം ഞാൻ നോമ്പുകാരനായിരുന്നു. എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ആ മദ്യപാനികളുടെ കൂട്ടത്തിലിരുന്ന നോമ്പുകാരനെ മദ്യപാനിക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ നൽകി. അയാൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു ഫിൽ ഖംർ. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരാളും മദ്യം വിളമ്പുന്ന ഭക്ഷണത്തളികയിൽ ഇരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ മദ്യം വിളമ്പുന്ന ഭക്ഷണത്തളികയിൽ ഇരുന്നിട്ടില്ല, പക്ഷേ മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഇരുന്നിരിക്കുന്നത്. പടിപടിയായി നിങ്ങളിൽ മദ്യപാനത്തിന്റെ ദുർഗുണം വരാൻ സാധ്യതയുണ്ട്. അല്ലാമ ജലാലുദ്ദീൻ റൂമി റഹിമഹുല്ലാ ഒരു ഉദാഹരണം വിവരിക്കുകയാണ്. ഒരു മാനസിക രോഗികളെ ചികിത്സിക്കുന്ന സൈക്യാട്രിക് ഡോക്ടർ, അദ്ദേഹം വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്ന ഒരു സിസ്റ്ററെ വിളിച്ചിട്ട് ഒരു മരുന്നിന് എഴുതി കൊടുത്തു. സിസ്റ്റർ ചോദിച്ചത്, കൂടിയ മാനസിക രോഗമുള്ളവർക്ക് കൊടുക്കുന്ന മരുന്നാണല്ലോ, ഇത് ആർക്കാണ്? ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി. സിസ്റ്റർ ചോദിച്ചു, നിങ്ങളുടെ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണല്ലോ, നിങ്ങളെന്തിനാ ഈ കൂടിയ മരുന്ന് കഴിക്കുന്നത്? അത് ഇന്ന് നീ കണ്ടില്ലേ, ഒരു ഭയങ്കര ഭ്രാന്തനാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും ആഹ്ലാദവുമായി അയാൾ എന്റെ മുന്നിൽ ഇന്ന് ഡാൻസ് ആടി നിങ്ങൾ കണ്ടില്ലേ, തുള്ളിച്ചാടി വസ്ത്രമൊക്കെ വലിച്ചു കീറി ഒരു നിലയിൽ എന്നെ വിട്ടു പോകുന്നില്ല. എന്തുകൊണ്ടാണ്? എന്നിൽ ആ ഭ്രാന്തിന്റെ വാർത്തയുള്ളത് കൊണ്ടാണ് എന്നെ കണ്ട അദ്ദേഹത്തിന് സന്തോഷം വന്നത്. കോഴിക്ക് കോഴിയെ കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്, കാക്കയെ കാണുമ്പോഴില്ല. കോഴി കോഴിയുടെ കൂട്ടത്തിലായിരിക്കും, കാക്ക കാക്കയുടെ കൂട്ടത്തിലായിരിക്കും. ഇതുപോലെ മാനസിക രോഗത്തിന്റെ മാത്ത എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്നെ കണ്ട് സന്തോഷിച്ചിരിക്കുന്നത്. അല്ലാമ ജലാലുദ്ദീൻ റൂമി റഹിമഹുല്ലാ ഈ സംഭവം എഴുതിയിട്ട് പറയും, ഓരോരുത്തരും താൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ ഒരു ഉദാഹരണം തന്നെ പറയും. നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരെയാണ്? നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരാണ്? ഇത് രണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാളിൽ എന്തെല്ലാം നന്മയുണ്ടോ ആ നന്മയെല്ലാം നമ്മളിലുണ്ട്. നമ്മളിൽ എന്തെല്ലാം നന്മയുണ്ടോ അയാളിലുണ്ട്. അയാളിൽ എന്തെല്ലാം തിന്മയുണ്ടോ ആ തിന്മ നമ്മളിലുണ്ട്. നമ്മളിൽ എന്തെല്ലാം തിന്മ ഉണ്ടോ അത് അയാളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അൽ മർഉ മഅ മൻ അഹബ്ബഹു. ഒരു മനുഷ്യൻ തന്റെ സ്നേഹിതനെ പോലെയാണ്. അതുകൊണ്ട് ലോകത്ത് ദീനിയായ ചൈതന്യത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ ബഹുദൂരം സഞ്ചരിക്കാനുള്ള കാരണം ദീനിയായ വിജ്ഞാനത്തിന്റെയോ അറിവിന്റെയോ ദാരിദ്ര്യമല്ല, നേരെ മറിച്ച് സത്യസന്ധന്മാരായ വിശ്വസ്തന്മാരായ ദീനിയായ ചൈതന്യമുള്ള ആൾക്കാരുടെ കുറവും അവരുമായുള്ള സഹവാസത്തിന്റെ കുറവുമാണ്. അവരുമായുള്ള സഹവാസത്തിലൂടെയാണ് ശരിയായ ദീനിയായ ചൈതന്യം നമ്മളിൽ ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ എല്ലാ സഹാബിമാരിലും ദീനിയായ ചൈതന്യമുണ്ടായി. അവരുമായി സഹവസിച്ച താബിഈങ്ങൾ
ദീനിയായ യാഥാർത്ഥ്യമുണ്ടായി. അവരുമായി കഴിഞ്ഞുകൂടിയ തബഅത്താബിഈങ്ങളിൽ ദീനിയായ മൂല്യങ്ങളുണ്ടായി. പിന്നീട് പണ്ഡിതന്മാര് സാലിഹീങ്ങൾ ഇവരുമായി സഹവസിച്ചവരിൽ ദീനിയായ ഗുണങ്ങളുണ്ടായി. ദീനിയായ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, നമ്മുടെ ഹൃദയം എപ്പോഴും വിശുദ്ധമായി, അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ സങ്കല്പം, സിദ്ധികളെ കുറിച്ചുള്ള ശരിയായ ധാരണ. ഈ രണ്ട് കാര്യങ്ങൾ ഹൃദയത്തിലുണ്ട് എങ്കിൽ മാത്രമേ ഹൃദയം വിശുദ്ധമായി എന്ന് പറയാൻ പറ്റൂ. പാപങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ലായ്മ, എല്ലാ മനുഷ്യരോടുമുള്ള ആദരവും ബഹുമാനവും. തഖിയുദ്ദീൻ ഇബ്നു തഖിയത്തുൽ ഈദ് എന്ന് പറയുന്ന വലിയ ഒരു മുഹദ്ദിസ് പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ബാഗ്ദാദിലെ ജാമാ മസ്ജിദിൽ പോകുമ്പോൾ മുഖം മറച്ചുകൊണ്ടാണ് പോകുന്നത്. ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ മുഖം മറച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്നത്? പെണ്ണുങ്ങളല്ലേ മുഖം മറച്ചുകൊണ്ട് നടക്കുന്നത്? തഖിയുദ്ദീൻ ഇബ്നു തഖിയത്തുൽ ഈദ് എന്ന് പറയുന്ന വലിയ മുഹദ്ദിസും പണ്ഡിതനും പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ മനുഷ്യന്റെ യാഥാർത്ഥ്യങ്ങൾ ബഹുളാകും. പട്ടിയുടെ സ്വഭാവമുള്ള മനുഷ്യനെ ഞാൻ പട്ടിയായിട്ട് കാണും, പന്നിയുടെ സ്വഭാവമുള്ള മനുഷ്യനെ ഞാൻ പന്നിയായിട്ട് കാണും, കഴുതയുടെ സ്വഭാവമുള്ള മനുഷ്യനെ ഞാൻ കഴുതയായിട്ട് കാണും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന മുന്നൂബിൽ മുഅ്മിനീന ഖൈറ, എല്ലാ മുഅ്മിനെ കുറിച്ചും നല്ലത് ഭാവിക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ കാണുമ്പോൾ അവരെ കുറിച്ചുള്ള തെറ്റായ ധാരണ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചിരിക്കും. എല്ലാവരെ കുറിച്ചും എന്റെ ഹൃദയത്തിൽ നല്ല ധാരണ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരാകലാണ്, അല്ലാഹുവുമായി അഭേദ്യമായ ബന്ധമുണ്ടാകലാണ്. അതിനുവേണ്ടിയുള്ള മാർഗമാണ് സുഹ്ബത്ത് സാലിഹീൻ, നല്ല ആൾക്കാരുമായുള്ള സഹവാസം. സർവശക്തനായ അല്ലാഹു ശരിയായി പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.